ഇപ്പം എങ്ങനെയുണ്ട്? കോടതിയിൽ ആൾ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ട. ആളുകളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു 1 മണിക്കൂറിനുള്ളിൽ പോകണം. സാറിൻ്റെ കർച്ചീഫുണ്ടോ? ഇല്ല, പറഞ്ഞാൽ വാങ്ങിക്കാം. വേണ്ട, ശിക്ഷിക്കാനാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാ ശിക്ഷയും സ്വീകരിക്കാം. ജനകീയ വിചാരണയും ജനത്തിൻ്റെ ശിക്ഷാവിധിയും എല്ലാം ന്യായമായ കാര്യങ്ങൾ തന്നെയാണ്. കോടതിയുടേത് മാത്രമല്ലല്ലോ നീതിപൂർവമായ ശിക്ഷ. നീതി എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറെന്ത് ചെയ്തെന്ന്. എന്നിലുള്ള വിശ്വാസമാണോ അതോ ഞാൻ ചെയ്ത കാര്യങ്ങളിലുള്ള അവിശ്വസനീയതയോ? തെളിവുകളൊക്കെ നിങ്ങൾക്ക് അനുകൂലമല്ലേ, പിന്നെ വിശ്വസിച്ചാൽ എന്താ? അതല്ല, ഇതിൽ സാറിനെതിരായിട്ട് നിൽക്കുന്നവരൊക്കെ ആളുകൾക്ക് നല്ലപോലെ അറിയാം. പിന്നെ വെടിവെപ്പ് എന്നൊക്കെ പറയുമ്പോൾ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുമല്ലോ. രാജ്യദ്രോഹ കുറ്റമാണ് ആരോപണം. അതും രാജ്യത്തിനും നാടിൻ്റെ കൾച്ചറിനുമൊക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിൽപ്പെട്ട യങ് ഓണ്ടർപ്രണർ കം ഫിലാന്ത്രപ്പിസ്റ്റ് മുൻകൈ എടുത്ത് പുറത്തു കൊണ്ടുവന്നത്. രാജ്യസ്നേഹികളെ സംശയിച്ച് വെറുതെ പോയി കുഴപ്പത്തിലൊന്നും ചാടണ്ട. പുറം ലോകത്തെ വമ്പന്മാരെ ഗവൺമെൻറ്റുമായി കണക്ട് ചെയ്ത് നാടിനും ജനങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഉദാരമതിയായ ആളാണ്. എന്നെപ്പോലെ വിവരമില്ലാത്തവർ അദ്ദേഹത്തെ മിഡിൽ മാൻ എന്നും പവർ ബ്രോക്കർ എന്നും വിളിക്കുന്ന കണക്കാക്കണ്ട. ഇപ്പോൾ അവരുടെ കോടതിയിൽ പോയി അവർ തരുന്ന ശിക്ഷ വാങ്ങാൻ പോകുന്നു, അവരുടെ ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിച്ചതിന്. ഇതിലും ഭേദം ജനത്തിൻ്റെ വിചാരണയും അവരുടെ ശിക്ഷാവിധിയുമാണ്. പിന്നെ ആൾക്കൂട്ടത്തിൻ്റെ ബോധം സൃഷ്ടിക്കുന്നതും സാറീ പറഞ്ഞ പവർ സെൻറ്റേഴ്സും പവർ ബ്രോക്കേഴ്സും തന്നെയല്ലേ? സാറ് എഴുതിയൊക്കെ ഞാൻ വായിക്കാറുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. എന്തിന്? ഞാൻ സ്വാധീനിച്ച് നിങ്ങളീ അവസ്ഥയിലെത്തിയില്ലേ? പറഞ്ഞതൊക്കെ പാഴായി പോകുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഓരോരോ ജീവിത സാഹചര്യങ്ങളല്ലേ സാറേ. ഞങ്ങളൊക്കെ ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെന്നാണ് സാർ വിചാരിക്കുന്നത്? നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്നതൊക്കെ പ്രതീക്ഷിക്കുന്നത് ശരിയല്ല എന്നറിയാം.
പക്ഷെ തുടങ്ങി വയ്ക്കാൻ സാറിനെ പോലെ കുറച്ച് പേരുണ്ടെങ്കിൽ അതിനുള്ള പിന്തുണ ക്രമേണ ഉണ്ടാവും. ആൾക്കാർക്ക് നമ്മളിലുള്ള വിശ്വാസത്തിന് വലിയ ആയുസൊന്നുമില്ല. അവർക്ക് നമ്മളെ വിശ്വസിക്കാനുള്ള കാര്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. പൊതുബോധത്തിനും വ്യവസ്ഥയ്ക്കും എതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കുള്ളൂ. ശരി ബോധിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ തെറ്റിദ്ധരിപ്പിക്കാൻ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേ ആശുപത്രിയുടെ മുമ്പിൽ ഞാനൊരു വൻ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അന്നത് കേൾക്കാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. പുന്നച്ചേരി കേസിൽ മോചിപ്പിക്കപ്പെട്ടവർക്ക് കൊടുത്ത സ്വീകരണമല്ലേ? അന്നത് വലിയ വാർത്തയായിരുന്നു. വാട്ട് എ ട്രാൻസിഷൻ. അന്ന് ജനം ഞങ്ങളുടെ വാക്കുകൾ മുഖവിലേക്കെടുത്തു. ആ കേസിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിനെ തുടർന്നുള്ള 1-2 ആഴ്ച വലിയ മുൻപോട്ട് പോക്കുണ്ടായില്ലേ? നമ്മുടെ രാഷ്ട്രീയ രംഗത്തിലാകെ അത് ചെറുതല്ലാത്ത ചലനങ്ങൾ ഉണ്ടാക്കിയില്ലേ? പിന്നീട് എല്ലാവരും ചേർന്ന് അതെല്ലാം വെറും കോലാഹലങ്ങളാക്കി. അവസാനം ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥയോ? ഞാൻ എടുക്കാം. സത്യത്തിൽ അന്ന് എന്താ സംഭവിച്ചത്? ഇത് കെട്ടിച്ചമച്ചാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. നിങ്ങളും അങ്ങനെ കരുതുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ചുറ്റും ഒരു വട്ടം വരച്ച ശേഷം അതിന് പുറത്തുള്ളതെല്ലാം മോശവും നീചവുമാണെന്ന് പറയാനാവുക? നിങ്ങൾ നിൽക്കുന്ന ചെറിയ വൃത്തത്തിലാണ് എപ്പോഴും ശരിയെന്ന് വിശ്വസിക്കുന്നത് വിഡ്ഢിത്തരമല്ലേ? ഞാൻ വൃത്തത്തിന് പുറത്തെ ശരിക്കൊപ്പം നിൽക്കുമ്പോൾ വൃത്തത്തിനകത്തെ സംവിധാനത്തിനാകെ ഞാൻ തെറ്റായി മതിയാകും. ജനങ്ങൾ ഈ അബദ്ധങ്ങൾ മനസ്സിലാക്കുകയും ഈ വൃത്തങ്ങൾ മാഞ്ഞു പോവുകയും ചെയ്യുന്നൊരു കാലത്തെ ഞാൻ തെറ്റുകാരനല്ലാതാകും. നമ്മൾ വൃത്തങ്ങൾ മാറ്റിവരച്ചാലും വലിയ പ്രയോജനമില്ല. ചില കേവല വസ്തുതകൾ, റിലേറ്റീവ് ഫാക്ട്സ് ആൻഡ് ട്രൂത്ത്സ് നിർമ്മിക്കാമെന്ന് മാത്രം. കള്ളികൾ ഇല്ലാതാവുക തന്നെ വേണം. എനിക്ക് കാലത്തിലേ ഇനി പ്രതീക്ഷിക്കാനുള്ളൂ. പറഞ്ഞതും ചെയ്തതുമൊക്കെ റെലവൻ്റ് ആവുന്ന ഒരു കാലത്തിൽ. അന്നൊരു പക്ഷേ ഞങ്ങളെ എറിഞ്ഞ കല്ലുകൾ അതെറിഞ്ഞവരുടെ കൈകളിൽ വലിയ ഭാരമായേക്കും. സാറ് പറഞ്ഞതും എഴുതിയതും ഒക്കെ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു നല്ല കാലത്തിന് വേണ്ടിയല്ലല്ലോ. ആൾക്കാരെ മാറ്റി തീർക്കുന്നവരോട് ഉണ്ടാകുന്ന ഒരു മികച്ച കാലത്തിന് വേണ്ടിയല്ലേ? ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. ഡിസ്ചാർജിൻ്റെ ഒരു പേപ്പർ കിട്ടാനുണ്ട്. ധൃതിയില്ല, പതുക്കെ വന്നാൽ മതി. അല്ല, സാറെന്തിനാ ഇങ്ങനെ നിരാശപ്പെടുന്നത്? സാറിന് നല്ലൊരു വക്കീലിനെ വെച്ചാൽ സുഖമായിട്ട് ഊരി പോരാമല്ലോ. പുറത്തിറങ്ങി വരാനാകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ആ തിരിച്ചറിവ് എനിക്കിപ്പോഴുണ്ട്. സാറേ, സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഏതായാലും ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാറ് കാണിക്കുന്നത് കംപ്ലീറ്റ് നിസ്സഹരണമാണ്. അത് പോലീസിനോടായാലും കോടതിയോടായാലും മെഡിസിനോടായപ്പോലും. സമൂഹത്തിൻ്റെ ശരീരം ഇതിലും വീക്കാണ്. ഇല്ലാത്ത രോഗങ്ങളില്ല. അതിന് ചികിത്സയൊന്നുമില്ലല്ലോ. എൻ്റെ ഈ നിസ്സാരമായ മുറികൾക്ക് മാത്രം മരുന്ന് കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് എന്താണ് ഗുണം? സാറ് പറയുന്നതോട് ഞാൻ യോജിക്കുക. പക്ഷെ ഞങ്ങളുടെ തടി കേടാതിരിക്കാനെങ്കിലും സാറിനെ മരുന്നെടുത്ത് കഴിക്കാമല്ലോ. ഞങ്ങളുടെ സമരങ്ങൾ നയിക്കുന്നവരും പ്രതിയോഗികളും തമ്മിലുള്ള ശത്രുത വെറും മറയായിരുന്നു. ഞാൻ കാര്യമായി സമരങ്ങളിൽ ഇടപെട്ടു തുടങ്ങിയ സമയത്തൊന്നും അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. സമരങ്ങളെ വിലക്കെടുക്കുകയും പ്രതിഷേധങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യുന്നൊരു വ്യവസ്ഥ ഇവിടെ നിലവിലുണ്ട്. പല സ്ഥലങ്ങളിലും പ്രത്യക്ഷത്തിൽ വീറോടെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഗ്രൂപ്പുകളൊക്കെ ഒരേ കോക്കസിലെ കോൺസ്റ്റിറ്റ്യുവൻസാണ്. നമ്മൾ കാണുന്നതൊക്കെ വെറും നാടകമാണെന്ന് ക്രമേണ അറിഞ്ഞു.
പക്ഷേ അതിൽ കളിക്കാരനായ ഞാനും ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. അതറിയുമ്പോൾ പിന്നെ എങ്ങനെയാ അവിടെ? ഞാൻ അവരുടെയൊക്കെ കളികൾ തിരിച്ചറിഞ്ഞു. ഞാനെല്ലാം മനസ്സിലാക്കിയത് അവരും അറിഞ്ഞു. അവർക്ക് വിധേയനായി നിൽക്കുകയായിരുന്നെങ്കിൽ എന്നും വലിയൊരു പോരാളിയായിട്ട് സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യാമായിരുന്നു. വിപ്ലവകാരി എന്ന ലൂക്രേറ്റീവ് പൊളിറ്റിക്കൽ പോസ്റ്റിൽ ഷൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക ജീവിതം, ഞാനത് വേണ്ടെന്ന് വെച്ചതിനുള്ള ശിക്ഷയാണിത്. പക്ഷേ എനിക്കിത് ശിക്ഷയായി തോന്നുന്നില്ല. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്കിത് സ്ഥാനക്കയറ്റമാണ്. സാറിന് അതൊക്കെ പുറത്തു കൊണ്ടുവരാമല്ലോ. ഈ കാര്യങ്ങളെപ്പറ്റി സാറിൻ്റെ അത്രയും ധാരണയില്ലെങ്കിലും എനിക്കും കുറേയൊക്കെ കേട്ടാൽ മനസ്സിലാവും. കാരണം പണം ഒഴുക്കി നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു സിസ്റ്റമാണല്ലോ നമ്മുടേത്. അതിൻ്റെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ആൾക്കാരെ വിലക്കെടുത്ത് നിർമ്മിച്ചൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ളവരെയൊക്കെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഞാനും വിലക്കെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ വിലക്കെടുക്കപ്പെട്ടവരുടെ പറ്റത്തിലായിരുന്നു ഞാനും. ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും എൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായി. അതിങ്ങനെയുമായി. ഇതൊരു വിഷ സർക്കിൾ പോലെ തോന്നുന്നു. എന്ത് ചെയ്താലും ഇതിൽ നിന്നൊരു മോചനമില്ലാത്ത പോലെ. നമ്മുടെ ഫൈറ്റെല്ലാം പൊളിറ്റിക്കൽ ഫോഴ്സസിനെതിരെ മാത്രമാണ്. അധികാരത്തിൽ രാഷ്ട്രീയ ശക്തികൾ മാറി മാറി വരുമല്ലോ. അങ്ങനെ നമ്മുടെ ഫൈറ്റും ഡീവിയേറ്റഡ് ആവുകയാണ്. വ്യത്യസ്തമെന്ന് തോന്നിക്കുന്ന എല്ലാ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റുകളെയും പർച്ചേസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു എക്കണോമിക് ഫോഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവർക്കെതിരെ ഫൈറ്റ് നടക്കുന്നില്ല. അഥവാ അങ്ങനെ അത് തിരിച്ചറിഞ്ഞ് ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതും എളുപ്പത്തിൽ വിലക്കെടുക്കപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു കാലം രൂപപ്പെട്ട് വരട്ടെ എന്ന്. ഇപ്പോൾ എല്ലാം എഴുതി വെക്കണമെന്നുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് പ്രയോജനം ഉണ്ടാകും. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ആ അജ്ഞാത ഭാവി കാലത്ത്. നിങ്ങൾ പറഞ്ഞതുപോലെ പെട്ടെന്നെല്ലാം ഉപേക്ഷിച്ച് പോകാനാകില്ലല്ലോ. ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നൊരു മിഥ്യ ജനങ്ങളിൽ ഉണ്ടായി എന്നതിനപ്പുറം ആധുനിക ജനായത്തത്തിൽ നമ്മൾ നമ്മളെ ഭരിക്കുമ്പോഴും ഫലത്തിൽ ചൂഷണത്തിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഭരണവും അതിൻ്റെ അനുബന്ധമായ ചൂഷണവും പുതിയ രീതികളിൽ തുടരുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയവും ഭരണവുമൊക്കെ ലാഭവർദ്ധനവിനുള്ള ഉപാധിയായി ഇപ്പോഴും തുടരുന്നുവെന്നും അത്തരമൊരു പ്രത്യയശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും ചൂഷണം സ്വാഭാവികമാണ് എന്നും നാം മനസ്സിലാക്കണം.